ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ പോവാണ്. പൈസ കൊടുത്ത് മൂട് കുത്തി വീഴാൻ പോവാണ്. കഴിഞ്ഞ തവണ ഇവിടെ ഐസ് സ്കേറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അന്ന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോവാണ്. അങ്ങനെ ഈ ഒരു വർഷവും കഴിഞ്ഞു പോയി. മോട്ടിവേഷനൊന്നും അല്ല കേട്ടോ. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം, കുറേ എക്സ്പീരിയൻസ് ഒക്കെയാണ്. പക്ഷേ എന്തോ ജനുവരി തുടങ്ങിയത് മാത്രമേ ഓർക്കുന്നുള്ളൂ. ടഫേന്ന് പറഞ്ഞ് ഇതാ തീർന്ന്. അങ്ങനെ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ. ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞു. എൻ്റെ ഗ്രാജുവേഷൻ ഇനി ജൂലൈയിലാണ്. അതൊക്കെ ഇനി ഉണ്ട്. പിന്നെ ഇനി ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ 2026 ഞാൻ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ നടക്കണമെന്നൊരു ഇതുണ്ടല്ലോ, ഒരു പ്ലാനിങ്. അത് നമ്മളിപ്പോൾ ആദ്യമായി സെറ്റ് ചെയ്ത് വെക്കണം. പക്ഷെ അതിനുള്ള ഒരു ഐഡിയ എൻ്റെ അടുത്തില്ല. ഐഡിയ ഉണ്ട്, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും എൻ്റെ അടുത്തില്ല. അതൊക്കെ ഇനി നോക്കണം. അങ്ങനെ എനിക്ക് കുറേ വിഷൻ ബോർഡൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഈ പുട്ട് കുറയ്ക്കണം. ഞാൻ UK വന്നപ്പം 55 കിലോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്ന് എനിക്ക് തോന്നുമ്പോൾ മുട്ടായിയും വാങ്ങിച്ച് കുറേ ഡയറി പ്രോഡക്ട്സും കഴിച്ച് ഞാൻ ഇങ്ങനെയായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം. ഞാനിപ്പോൾ തുടങ്ങി. ഒരു ദിവസം ഡയറ്റ് എടുക്കും, പിറ്റേന്ന് ഞാൻ പോയി ഒരു ലോഡ് ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ സിറ്റി സെൻറ്റർ എത്തി. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കാണ്, പക്ഷെ ഇന്ന് അധികം തിരക്കില്ല. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഈ ഐസ് സ്കേറ്റിംഗ് ഉള്ളത്. ഇതാണ് ഗിൽഡ് ഹോൾ. കാണിച്ചു തരാം. ഗിൽഡ് ഹോൾ ആ സൈഡിലാണ്. ഇത് കാണാൻ പറ്റില്ല. ഇവിടുത്തെ കൗൺസിൽ അങ്ങനെ എന്തോ ആണ്. പിന്നെ അതാണ് ഗിൽഡ് ഹോൾ. ആ കാണുന്നതാണ് ഗിൽഡ് ഹോൾ. ഇവിടെ വെച്ചാണ് നമുക്ക് നമ്മുടെ ഗ്രാജുവേഷനൊക്കെ ഉള്ളത്. പിന്നെ അവിടെ എന്തോ പ്രോഗ്രാം അങ്ങനെ എന്തോ ഉണ്ട്. അതാണ് ഇത്രയും തിരക്ക്. ഇതാണ് ഐസ് സ്കേറ്റിംഗ്. ഇതിലാണ് ഇനി കയറാൻ പോവാനുള്ള. അങ്ങനെ ഗംഗ എത്തിയിട്ടുണ്ട്. ശിവൻ്റെ മുടി. ഓക്കെ, അങ്ങനെ ഞങ്ങളിപ്പോൾ ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ പോകും. ഇതേ അവിടെ. അത് ഞാൻ ഓൾറെഡി കാണിച്ചു. എന്തായാലും മൂടും കുത്തി വീഴും, അത് ഉറപ്പാണ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വീഡിയോസിലൂടെ കാണാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് റീൽസ് എടുക്കാൻ പോകുന്നു. എവിടെ പോയാലും നമ്മൾ റീൽസ് എടുക്കണം. പക്ഷേ കഴിഞ്ഞ വർഷം ലണ്ടനിൽ പോയപ്പോൾ അവിടെ മഴയും അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും കൊള്ളൂല. പിന്നെ പക്ഷെ നമുക്ക് റീൽ എടുക്കാൻ പറ്റും. അന്ന് അടുത്ത വീഡിയോ ഇതുവരെ എഡിറ്റ് പോലും ചെയ്തില്ല. പക്ഷെ അതൊരു നമുക്ക് വിചാരിച്ച ഷോട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ ഇന്നാണ് എന്റെ വ്ളോഗ് എഡിറ്റ് ചെയ്തത് പോലും. പോയിട്ട് എനിക്ക് തോന്നിയ പോലായിരുന്നു കാര്യം. ഇവള് കുഞ്ഞ് വീഡിയോ ഇട്ടങ്ങ് ഇട്ട്. ഇനി നമുക്കത് എഡിറ്റ് ചെയ്ത് എനിക്കത് നാളെ ഇടണം.
പറഞ്ഞു തരാം. എക്സ്പീരിയൻസ് പറയൂ. എനിക്കൊന്നും പറയാനുള്ള ഇട്ടിട്ട് പോയി guys. ഞാൻ already പോയി. ഇല്ല പോയി അങ്ങനെ പോയി. ഇവിടെ ഇതൊക്കെ ഒഴിഞ്ഞു മറ്റേ കണ്ണടച്ചിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഐസ് സ്കേറ്റിംഗ് എല്ലാം ശുഭം കഴിഞ്ഞു. അയ്യോ, നിങ്ങൾ ആരെങ്കിലും ഐസ് സ്കേറ്റിന് പോയിട്ട് വിയർക്കോ? ഞാൻ വിയർത്ത് പേടിച്ചിട്ട്. അയ്യോ, ഇനി പോവില്ല ജന്മത്ത്. ഒരു വൺ ടൈം എക്സ്പീരിയൻസ് അങ്ങനെ വല്ലാത്തൊരു എക്സ്പീരിയൻസ്. നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പഠിച്ചപ്പോഴത്തേക്കും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് നല്ല രസമായിട്ട് ആ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തപ്പിത്തിറങ്ങി ഇരിക്കാം. വഴി അറിഞ്ഞാൽ 1 മണിക്കൂർ എന്തായാലും കഴിഞ്ഞു.